പ്രിയപ്പെട്ടവരെ, ഈ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ജഡ്ജസ് നൽകിയ മാർക്ക് അനുസരിച്ച് എനിക്കാണ് ഫസ്റ്റ് പ്രൈസ്. പക്ഷേ ഈ 1ാം സ്ഥാനത്തിന് ഞാൻ അർഹതപ്പെട്ടവളല്ല എന്നാണ് എൻ്റെ ശക്തമായ വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഡാൻസ് കണ്ട ഈ കൂട്ടത്തിലുള്ള ഒരാളുടെ അഭിപ്രായം. എനിക്ക് സെക്കൻഡ് പ്രൈസിനാണ് യോഗ്യതയെന്നാ അവരുടെ വാദം. ഞാൻ സമ്മതിക്കുന്നു, അഭിപ്രായം ആർക്കും പറയാം. പക്ഷേ അത് വിളിച്ചു പറയണമെങ്കിൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് അവരാലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരാൾ ബിസിനസ്സിൽ ഒരുപക്ഷെ നമ്പർ 1 ആയിരിക്കാം എന്ന് വെച്ച് അവർക്ക് നൃത്തത്തെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനാവില്ല ഒരിക്കലും. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാനിപ്പോൾ പറഞ്ഞതൊന്നും എന്റെ വാക്കുകളല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാ അത് നമ്മൾ തള്ളിക്കളയണം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം ബിസിനസ്സിൽ നമ്പർ 1 ആകണമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പൾസ് അറിയണം, അവരുടെ മനസ്സും ഇഷ്ടാനിഷ്ടവും അറിയണം. ഇവിടെ ഇരിക്കുന്ന ദി ഗ്രേറ്റ് അഖിലാണ്ടേശ്വരി മാഡം കസ്റ്റമേഴ്സിന്റെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്നും നമ്പർ 1 ആയി തുടരുന്നത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡത്തിന് തുല്യം അഖിലാണ്ടേശ്വരി മാഡം മാത്രം. ഷീ ഈസ് ദ ബെസ്റ്റ്, നത്തിങ് മോർ, നത്തിങ് ലെസ്. ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയുകയാണ്. ഈ മത്സരത്തിൽ ജഡ്ജസ് എനിക്ക് തന്ന മാർക്ക് എന്റെ നൃത്തം മാത്രം നോക്കി തന്നതല്ല, എന്റെ സ്വാധീനവും പാരമ്പര്യവും നോക്കി എനിക്ക് തന്ന മാർക്കത്. പക്ഷേ അഖിലാണ്ടേശ്വരി മാഡം അങ്ങനെയല്ല. എന്റെ ഡാൻസ് മാത്രം നോക്കി അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായ പ്രകാരം എനിക്ക് അർഹതപ്പെട്ടത് ഫസ്റ്റ് അല്ല, സെക്കൻഡോ തേർഡ് പ്രൈസോ മാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. മാഡത്തിന്റെ അഭിപ്രായത്തെ ഞാൻ സർവാത്മന സ്വീകരിക്കുകയാണ്. ഈ പെൺകുട്ടി ഏതാ മനസ്സിലാവുന്നില്ലല്ലോ. ദേ ഇരിക്കുന്ന ആ പ്രഭാകർ വർമ്മയുടെ മോളാ. പ്രിയങ്ക ഇൻഡസ്ട്രീസ് എന്ന ബിസിനസ് സ്ഥാപനം അവരുടേതാ. I repeat, ladies and gentlemen, ഈ മത്സരത്തിൽ പാർവതി വാര്യരും വൈഗ വിശ്വനാഥനുമാണ് 1ാം സ്ഥാനത്തിന് അർഹതപ്പെട്ടതെന്ന് അഖിലാണ്ടേശ്വരി മാഡം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള തീരുമാനമാണ്. എന്റെ മനസാക്ഷിക്കും അതാണ് ശരിയെന്ന് തോന്നിയതുകൊണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജസ് ഈ സമ്മാനം അവർക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ പ്രിയങ്ക, ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ്. നോ, ബഹുമാനപ്പെട്ട ജഡ്ജസ് ഈ സമ്മാനം അവർക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ പ്രിയങ്ക, ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ്. നോ, ജസ്റ്റ് ഡു വാട്ട് ഐ സേ മിസ്റ്റർ, പ്ലീസ്. പാർവതി വാര്യരും വൈഗ വിശ്വനാഥും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാട്യ അഖില കേരള ഭരതനാട്യ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് പങ്കിട്ടെടുക്കുന്നത് പാർവതി വാര്യരും വൈഗ വിശ്വനാഥുമാണ്.
സെക്കൻഡ് പ്രൈസ് കുമാരി പ്രിയങ്ക വർമ്മ. ഒരു നിമിഷം. അഖില മാഡം, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. യഥാർത്ഥ ജഡ്ജ്മെന്റ് നടത്തിയ മാഡത്തിന്റെ കയ്യിൽ നിന്നും ഈ സമ്മാനം വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പ്ലീസ് മാഡം, പ്ലീസ് കം ടു ദ സ്റ്റേജ്. മാഡം പ്ലീസ്, പ്രിയങ്ക മാഡത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റേജ് വരെ വന്നാൽ. പോകില്ലേ, ചില്ലേ. മാഡം പ്ലീസ് മാഡം. God bless you. Thank you madam. Thank you very much. ഇവൾക്ക് ഡാൻസ് മാത്രമല്ല നല്ലപോലെ അഭിനയിക്കാനും അറിയാം. ആദ്യം അഖിലാണ്ടേശ്വരിയെ നാണം കെടുത്തി നശിപ്പിച്ചിട്ട് ഇപ്പൊ അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങുന്നു. കക്കാനും നിൽക്കാനും പഠിച്ച കള്ളിയാണല്ലോ ആള്. മാഡത്തിന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്താട്ടെ. Thank you. എന്തു പറ്റി? ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അത് കളയുന്നേ. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ സ്വഭാവമല്ലേ. ശിവരാമേട്ടൻ എന്താ ഈ പറയുന്നേ? അത് അങ്ങനെ അങ്ങ് കളയാൻ പറ്റുന്ന കാര്യമാണോ? എന്റെ ദൈവമേ, ജീവിതത്തിൽ പല പെമ്പിളരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരെണ്ണം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അവളുടെ ഒരു മട്ടും ഭാവവും അടിമുടി അഹങ്കാരമല്ലേ. ആകാശ സ്വർഗത്തിൽ നിന്ന് നൂലുകെട്ടി ഇറക്കിയ മട്ടിലാ നടപ്പ്. സത്യം പറയാലോ അഖിലേച്ചി, അവളുടെ ആ മുന വെച്ചുള്ള സംസാരം കേട്ടപ്പോ ഉണ്ടല്ലോ, എന്റെ തന്നെ നിയന്ത്രണം പോകുന്നു ഞാൻ പേടിച്ചുപോയി. പിന്നെ അഖിലേച്ചി എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നാ എനിക്ക് പിടികിട്ടാത്തെ. അവൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? ഡാൻസ് ജഡ്ജ് ചെയ്യാൻ ചേച്ചിക്ക് എന്താ അറിയാന്ന്. എന്റെ ദേവി, അയ്യേ, അവളുടെ നടത്തയും ഭാവവും സംസാരവും ഉണ്ടല്ലോ, എല്ലാം പിഴച്ചതാ, മഹാപിഴ. അല്ലെങ്കിൽ തന്നെ ജഡ്ജസിന് കാശ് കൊടുത്ത് മയക്കിട്ടെ അവള് നേരത്തെ 1ാം സ്ഥാനം ഉറപ്പിച്ചു വെച്ചിരുന്നതാ. ചേച്ചി 2ാം സ്ഥാനത്തിനെ അർഹതയുള്ളൂന്ന് പറഞ്ഞപ്പോഴേ അവക്കത് സഹിക്കാൻ പറ്റിയില്ല. അതാ അവക്ക് ചേച്ചിയോട് ഇത്ര ദേഷ്യം. വൃത്തികെട്ടവള്. വിലാസിനി, നീ എന്തൊക്കെയായി പറയുന്നത്? ആ കുട്ടിക്ക് അഖിലയുടെ ദേഷ്യമായിരുന്നെങ്കിൽ അവൾ അഖിലയുടെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങണമെന്ന് വാശി പിടിക്കുമായിരുന്നു. നീ വെറുതെ ഇങ്ങനെ വാലും തുമ്പില്ല സംസാരിക്കുക. അയ്യോ എന്റെ ശിവരാമേട്ടാ,
അതെല്ലാം അവളുടെ ഒരു ഡ്രാമയല്ലേ? അല്ലെങ്കിലും ചില സൂത്രക്കാരികളൊക്കെ ഇങ്ങനെയാ. പിന്നീന്ന് കുത്താൻ വേണ്ടി കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോഴുണ്ടല്ലോ, മുന്നിൽ വന്ന് നിന്നതേ ഇങ്ങനെ ചിരിച്ചു കാണിക്കും. അതാ ഇവിടെ നടന്നത്. ഒരുതരം മധുര പ്രതികാരം. മനസ്സിലായില്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്ന രീതി. അവിടെ വെച്ച് തന്നെ ഓരോന്ന് കണ്ടപ്പോണ്ടല്ലോ, ഞാൻ എല്ലാം അങ്ങ് തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചതാ. പിന്നെ അതൊരു പൊതു ഫംഗ്ഷൻ ആയി പോയി. അതാ പിന്നെ അടങ്ങിയത്. അത് നന്നായി. ഇവിടെ നീ എല്ലാം ഒന്ന് അടക്കി മിണ്ടാതിരിക്കുക. അവിടെ നടന്നത് നമ്മളെല്ലാം കണ്ടതാ. ആ കുട്ടി പിഴയാണെങ്കിൽ അവളുടെ അച്ഛനമ്മമാരത് സഹിച്ചോളും. നീ ശ്രദ്ധിക്കേണ്ടത് നാളെ നിന്റെ മക്കൾ ഇങ്ങനെ ഒരു പേര് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാ. കേട്ടിട്ടില്ലേ, ഒരു ചൂണ്ടുവിരൽ നമ്മൾ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോ ബാക്കി 3-4 വിരലുകൾ നമ്മുടെ നേർക്കാണ് നീണ്ടു നിൽക്കുന്നത്. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയൽ. കഷ്ടം. ഇവളെങ്ങനെയാ ഇവിടെ എത്തിയത്? എല്ലാരെയും കെട്ടിവലിച്ചോണ്ടാണല്ലോ എഴുന്നള്ളത്ത്. എന്റെ ഭഗവാനെ, ഈ വീട്ടിലേക്ക് മാരണങ്ങൾ കേറി കേറി വരികയാണല്ലോ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. ഇത് കൊള്ളാലോ. ഇറ്റ്സ് റിയലി എ പ്ലസന്റ് സർപ്രൈസ്. ഞങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? കമോൺ, ഗെറ്റ് ഇൻ. വരൂ. ആ കമല, ഗസ്റ്റുകളുണ്ട്. ശരി മാഡം. ഇരിക്കും. വിശേഷിച്ചെന്തെങ്കിലും? ഏയ് നത്തിങ്, ജസ്റ്റ് ഒരു വിസിറ്റ്. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ. ഇതാണ് എൻ്റെ അച്ഛൻ, പ്രഭാകർ വർമ്മ. നമസ്കാരം. ഇതമ്മ രാജലക്ഷ്മി. അതെന്റെ സെക്രട്ടറി. ഹായ്. മാഡം, സത്യം പറഞ്ഞാൽ ഇവള് സ്റ്റേജിൽ വെച്ച് മേഡത്തോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹേയ്, അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. ഇറ്റ് വാസ് നത്തിങ്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി. സംസാരിക്കാനുള്ള അവകാശം എല്ലാ പേർക്കും ഉണ്ട്, അല്ലേ കൃഷ്ണേട്ടാ? അതെ, കറക്റ്റ്. അഖില സ്വന്തം അഭിപ്രായം പറയുന്നത് പോലെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാറുമുണ്ട്. കണ്ടില്ല, ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞില്ലേ മാഡത്തിന് ഒരു നീരസവും തോന്നിയില്ലെന്ന്. അപ്പൊ അച്ഛനല്ലേ എന്നെ നിർബന്ധിച്ച് മാഡത്തിനോട് സോറി പറയണമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പൊ എന്തായി? പ്രിയങ്കേ, അച്ഛൻ മേഡത്തോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? നീ മിണ്ടാതിരിക്ക.
ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അല്പം ലാളിച്ചു വളർത്തിയതിന്റെയാ ഈ എടുത്തുചാട്ടം. ആ ഒന്നേ ഉള്ളൂവെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണോന്നൊക്കെയാ പ്രമാണം. കേട്ടിട്ടുണ്ടോ എന്തോ? വിലാസിനെ ചേച്ചി, ഇതെന്റെ അനിയന്റെ ഭാര്യ വിലാസിനി. ആ, ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും അടുത്ത് തന്നെ ബന്ധുവാകാൻ പോകുന്ന നന്ദൻ. ഹായ്. ഹലോ. ചേട്ടാ, വാ ഇരിക്കി. ഇതെന്റെ അനിയന സഹദേവൻ. ആ, ഇത് ഞങ്ങൾ അല്പം മുമ്പ് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ്. മിസ്റ്റർ പ്രഭാകർ വർമ്മ ആൻഡ് ഫാമിലി. നമസ്കാരം. നമസ്കാരം. സി, എനിക്ക് പ്രിയങ്കയോട് ഒരു ദേഷ്യമില്ല. ഇൻഫാക്ട് എനിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അതെ, ഞങ്ങൾ കാറിലിരുന്ന് പ്രിയങ്കയുടെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. ഏതായാലും സോറി പറയാൻ വേണ്ടി മാത്രം നിങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അതിശയമായിപ്പോയി. അത് മാത്രമല്ല സാർ കാര്യം, എൻ്റെ മോൾക്ക് അഖിലാണ്ടേശ്വരി മേഡത്തെ വളരെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇവള് മേഡത്തിന്റെ ഒരു ഹാർഡ് കോർ ഫാനാണെന്ന് തന്നെ പറയാം. ഇവളെപ്പോഴും ഞങ്ങളോട് പറയും മേഡത്തെ എന്നെങ്കിലും ഒന്ന് കാണണം, സംസാരിക്കണമെന്നും. ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. അവസരം കിട്ടിയപ്പോ അതൊരല്പം ഓവറായോ എന്നൊരു സംശയമുണ്ട്. ഏയ് മാഡം ഇപ്പൊ സാരമില്ലാന്ന് പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടി. ഇവിടെ എന്തോ ഒരു നാടകം മണക്കുന്നുണ്ടല്ലോ. എന്താണ് മൂന്നെണ്ണത്തിന്റെ ഉദ്ദേശം? മാഡം, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. മനസ്സിൽ വർഷങ്ങളായി സൂക്ഷിക്കുന്ന ഒരു വല്ലാത്ത ആഗ്രഹമാണ്. മാഡം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം. ജസ്റ്റ് ഒരു വിസിറ്റ് പ്ലീസ്. അതെ മേഡം, അത് ഞങ്ങളുടെയും കൂടി ഒരു ആഗ്രഹമാണ്. തൃച്ചംബരം ഫാമിലിയിലുള്ളവർ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ അതൊരു വലിയ സംഭവമാണ്. മാഡം ഞങ്ങളുടെ മോളോട് ക്ഷമിച്ചെങ്കിൽ ഒരു ദിവസം വീട് വരെ ഒന്ന് വരണം. വന്നേ പറ്റൂ. മാഡം, ഫോൺ. നോ സ്റ്റുപ്പിഡ്. ഞാൻ മാഡത്തോട് സംസാരിക്കുന്ന കാണുന്നില്ലേ നീ? ആർ യു ബ്ലൈൻഡ്? സോറി മാഡം, ഒരു ഇമ്പോർട്ടന്റ് കോൾ ആയതുകൊണ്ടാ, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നോ. നോ, എത്ര ഇമ്പോർട്ടന്റ് കോൾ എന്ന് പറഞ്ഞാലും, മിനിസ്റ്റർ അല്ല ഗവർണർ ആണെന്ന് പറഞ്ഞാലും, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡമാണ് ഇമ്പോർട്ടന്റ്. എത്ര ഇമ്പോർട്ടന്റ് കോൾ എന്ന് പറഞ്ഞാലും, മിനിസ്റ്റർ അല്ല ഗവർണർ ആണെന്ന് പറഞ്ഞാലും, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡമാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ നിനക്ക്? സോറി മാഡം. സോറി സോറി കേട്ടോ. താങ്ക് യു. മാഡം വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വരും, തീർച്ചയായിട്ടും വരും. ജ്യൂസ് കഴിക്കും. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. കമല മാഡം, ടൈം ഫിക്സ് ചെയ്തോളൂ. ഓക്കെ മാഡം.
ലക്ഷണം കണ്ടിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. അതിന്റെ അവതാരമായി ഈ നാട്യക്കാരി. ചേച്ചിക്കാണെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ട മട്ടുണ്ട്, അതാ മനസ്സിലാവാത്ത.